പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 44-ാം തിരുവചനം. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. തൻ്റെ സ്നേഹിതനായ ലാസറിനെ ഉയർപ്പിച്ച ശേഷം ഈശോ അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞ വാക്കുകളാണ് ഇവ. കല്ലറയിൽ നിന്നും പുറത്തു വന്ന ലാസറിൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടതും മുഖം തുണി കൊണ്ട് മൂടിയ അവസ്ഥയിലുമായിരുന്നു. എന്നാൽ ഈശോ അവരോട് പറഞ്ഞത് അവൻ്റെ കെട്ടുകൾ അഴിക്കുവാനാണ്. ലാസറിൻ്റെ മുഖം ഒരു തുണി കൊണ്ട് ആവരണം ചെയ്തിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഖം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം പാനീം എന്നാണ്. പാനീം എന്ന പദത്തിൻ്റെ അർത്ഥം ബന്ധം എന്നാണ്. അത് വെറുമൊരു ബന്ധമല്ല, മനുഷ്യന് ദൈവത്തോടുള്ള ആഴമുള്ള സൗഹൃദത്തെയും ബന്ധത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. കല്ലറയുടെ ഇരുളിൽ ദൈവവുമായുള്ള സൗഹൃദത്തിന് തടസ്സമായി എന്നവണ്ണം ആരോ വെച്ച ആ തുണി എടുത്തു മാറ്റുവാനും കൂടിയാണ് ഈശോ പറഞ്ഞത്. കാരണം അവന് അത്രയേറെ ഈശോയോട് സൗഹൃദം ഉണ്ടായിരുന്നു. നമ്മളും ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇനിയും നമ്മളായിട്ട് നമ്മുടെ മുഖത്തു നിന്നും എടുത്തു മാറ്റേണ്ട ചില ആവരണങ്ങൾ ഇപ്പോഴുമില്ലേ? ചില ആഗ്രഹങ്ങളുടെ, ഞാനെന്ന ഭാവത്തിൻ്റെ, നിരാശയുടെ, ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥകളുടെയൊക്കെ ആവരണങ്ങളെ നമ്മൾ തന്നെ എടുത്തു മാറ്റുമ്പോഴാണ് നമുക്ക് ഈശോയോടുള്ള ബന്ധത്തിന് ആഴം കൂടുന്നത്. ഇന്ന് നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ഇപ്പോഴും അവശേഷിക്കുന്ന ആവരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവയെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എടുത്തു മാറ്റാം. ഈ തിരുവചനം കേൾക്കുന്നവരുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹ സമൃദ്ധി നിറയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.